വോട്ട് പെട്ടിയിൽ എന്ത് സംസ്ഥാനം പോളിംഗ് അവസാനിച്ച ശേഷം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൂടെയുള്ള പരിശോധന നടക്കുകയാണ്. ഇന്ന് തൃശ്ശൂരും പാലക്കാടുമാണ്. തൃശ്ശൂർ നമുക്കറിയാം വലിയ പോരാട്ടം നടന്ന ത്രികോണ പോരാട്ടം നടന്ന മത്സരമാണ് തൃശ്ശൂർ. സമാനമായി തന്നെ പാലക്കാട്ടും വലിയ പ്രതീക്ഷ മുന്നണികൾക്കുണ്ട്. അതിനു മുൻപ് ഇന്ന് ഇടതുമുന്നണി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, കേരളത്തിൽ LDF 2 അക്കം കടക്കും എന്നാണ് CPMന്റെ വിലയിരുത്തൽ. പോളിംഗ് ശതമാനം കുറഞ്ഞത് CPMന് തിരിച്ചടിയാകും. വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമമുണ്ടായെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വർഗീയ പ്രചരണത്തിലും ഈ മണ്ഡലം ശക്തിയായി അശ്ലീല പ്രചാരവേല ഉൾപ്പെടെ നടത്തുന്നതിലും എന്ന് പറഞ്ഞാൽ സാധാരണ രാഷ്ട്രീയ പ്രചരണത്തിന് പകരം വ്യക്തിഗതമായി അധിക്ഷേപിക്കുക, തുറന്ന രീതിയിലുള്ള അശ്ലീല പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയെല്ലാം ധ്രുവീകരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടക്കുകയുണ്ടായി. എന്നാൽ ഇതിനെയെല്ലാം ജനങ്ങൾ ഫലപ്രദമായി തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ആത്മവിശ്വാസമാണ് LDF കേന്ദ്രങ്ങൾക്കുള്ളത്. അദ്ദേഹം പറഞ്ഞത് പോളിംഗ് ശതമാനം കുറഞ്ഞത് UDFന് തിരിച്ചടിയാകുമെന്നാണ്. നമുക്ക് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കൊന്ന് പോകണം. തൃശ്ശൂർ ഇത്തവണ ആരെടുക്കും? കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനി കൃത്യം 31 ദിവസം കാത്തിരിക്കണം. കേരളം ഇതുവരെ കാണാത്ത വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് തൃശ്ശൂർ. 3 മുന്നണി സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് കരുത്തർ, ജനകീയർ. ഏതു മണ്ഡലത്തിലും അതാത് പാർട്ടികൾക്ക് വിശ്വാസ്യതയോടെ അവതരിപ്പിക്കാവുന്ന മുഖങ്ങൾ. മണ്ഡലത്തിൽ 6 വർഷമായി സജീവമായുള്ള സുരേഷ് ഗോപിയിലൂടെ ഇത്തവണ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന അമിത പ്രതീക്ഷയിൽ. സുനിൽകുമാർ ആകട്ടെ CPIക്ക് തൃശ്ശൂരിലെന്നല്ല കേരളത്തിൽ എവിടെയും അവതരിപ്പിക്കാവുന്ന മുഖം. കോൺഗ്രസിന്റെ കരുത്തൻ K മുരളീധരൻ കൂടി അവതരിപ്പിക്കപ്പെട്ടതോടെ അക്ഷരാർത്ഥത്തിൽ കളം കരുത്തരുടേതായി. പ്രചണ്ഡമായ പ്രചാരണകാലം സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ദൃശ്യമായ പോളിംഗ് കണക്കിലെ ഇടിവ് തൃശ്ശൂരിലും ഇത്തവണ കണ്ടു. 71.27% സംസ്ഥാനത്തെ പോളിംഗ് ശരാശരിയെങ്കിൽ തൃശ്ശൂരിൽ അത് 72.79%. 2009 69.43 ആയിരുന്നു. 2014 72.2 ആയിരുന്നു. 2019 77.92 ആയിരുന്നു. ഇങ്ങനെയായിരുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ. ഇക്കുറി 5%-ലധികം വോട്ടുകളുടെ കുറവ് മണ്ഡലത്തിലുണ്ടായി എന്നാണ്. അതിനാൽ പോളിംഗ് അവസാനിച്ചെങ്കിലും മുന്നണികളുടെ ചങ്കിടിപ്പ് തൃശ്ശൂരിൽ അവസാനിച്ചിട്ടില്ല. ന്യൂനപക്ഷ സ്വാധീന മേഖലകളിലുള്ള ഭേദപ്പെട്ട പോളിംഗ് അനുകൂലമാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. അതേസമയം 32% വരുന്ന അടിസ്ഥാന വോട്ടുകൾക്കൊപ്പം സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവത്തിൽ ലഭിക്കുന്ന വോട്ടുകൾ കൂടി വെച്ചാൽ ജയിക്കുമെന്നാണ് ഇടത് പ്രതീക്ഷ. എന്നാൽ ഇക്കുറി സ്ത്രീ വോട്ടർമാരും യുവാക്കളും വിവിധ സമുദായങ്ങളും പിന്തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലാണ് BJP ഉള്ളത്. അങ്ങനെ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ആകാംക്ഷ തുടരുകയാണ്. അത് നമ്മൾ പറഞ്ഞതുപോലെ വോട്ടെണ്ണുന്നതുവരെ തുടരുകയും ചെയ്യും. ടോം കുര്യാക്കോസും ഒപ്പം ജോർജ് പൊടിപ്പാറ, അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്. തൃശ്ശൂരിൻ്റെ സ്പന്ദനം വളരെ നന്നായി അറിയാവുന്ന ഒരാൾ കൂടിയാണ്. ആദ്യം ടോമിലേക്ക് ഒന്ന് പോകണം. ടോം, തൃശ്ശൂർ നമുക്കറിയാം കേരളത്തിലൊരു പക്ഷേ ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം തൃശ്ശൂരാകും. മറ്റൊന്നും കൊണ്ടല്ല, ആദ്യം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ടായി. സുനിൽകുമാർ എന്ന ജനകീയൻ അവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ TN പ്രതാപൻ, ഒരുപക്ഷെ കേരളത്തിലെ ഏക സിറ്റിംഗ് MP മാറ്റി കോൺഗ്രസ് അവതരിപ്പിച്ച ആൾ കൂടിയാണ് K മുരളീധരൻ. TN പ്രതാപനെ മാറ്റുന്നു, മുരളീധരൻ വരുന്നു. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. പക്ഷേ പോളിംഗ് കഴിയുമ്പോൾ 3 മുന്നണികളുടെയും വിലയിരുത്തൽ എന്താണ്? വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷേ അപ്പോഴും ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുക എന്നാണ് ഒരു വിലയിരുത്തൽ. രഞ്ജിത്ത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ രംഗപ്രവേശം കണ്ട തെരഞ്ഞെടുപ്പാണ്. അന്ന് തൃശ്ശൂർ താൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ ഒരു സാധാരണ ഒരു സിനിമാ താരത്തിൻ്റെ ഒരു പ്രഖ്യാപനമായി മാത്രമാണ് അതിനെ കണ്ടത്. പക്ഷേ തൃശ്ശൂരിലെ 2 മുന്നണികളെയും വിറപ്പിച്ച പ്രകടനമായിരുന്നു സുരേഷ് ഗോപി നടത്തിയത്. അതായത് BJPയുടെ വോട്ട് 50%-ലധികം വർദ്ധിക്കുന്നു. 3 ലക്ഷത്തോളം അടുത്ത് തൃശ്ശൂരിൽ BJPക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയുന്നു. അതായത് തൃശ്ശൂർ ഒരിക്കൽ പോലും BJPയുടെ ഒരു സ്റ്റാർ മണ്ഡലമായിരുന്നില്ല, ഒരു A+ മണ്ഡലമായിരുന്നില്ല. അതുവരെയും പത്തനംതിട്ടയും പാലക്കാടും തിരുവനന്തപുരവും കാസർഗോഡും ഒക്കെ BJP വിജയപ്രതീക്ഷ വയ്ക്കുമ്പോൾ പക്ഷേ തൃശ്ശൂരിലൊരു മികച്ച പോരാട്ടം നടത്താൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നു.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും സമാനമായ രീതിയിൽ തന്നെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി കാഴ്ചവെക്കുന്നു. അതായത് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 വർഷത്തിലധികമായി ഏകദേശം 6 വർഷത്തോളം തൃശൂർ മാത്രം കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി നടത്തിയ ഒരു പ്രകടനങ്ങൾ, അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വോട്ടായി മാറുമെന്ന കൃത്യമായ കണക്കുകൂട്ടൽ BJPക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വോട്ടിംഗ്, അതായത് പോളിംഗ് പൂർത്തിയായപ്പോൾ അതിൻ്റെ ഒരു നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചു തൃശ്ശൂരിലെ പോളിംഗ് ശതമാനം 5% പോളിംഗ് കുറഞ്ഞുവെന്ന്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കണക്കിലേക്ക് വരികയാണെങ്കിൽ ശതമാന കണക്കിൽ 5% കുറവുണ്ടായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കിയാൽ. പക്ഷേ വോട്ടിൻ്റെ എണ്ണത്തിൽ 50,000-ഓളം വോട്ട് കൂടി എന്നതുള്ളതാണ് വസ്തുത. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 തൃശ്ശൂരിൽ പോൾ ചെയ്യപ്പെട്ടത് 10,42,122 വോട്ടാണെങ്കിൽ ഇത്തവണ 10,90,101 വോട്ടാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ടത്. അതായത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ ഇത്തവണ എടുക്കും എന്ന പ്രഖ്യാപനത്തോടു കൂടി തന്നെ സുരേഷ് ഗോപി അവിടെ ക്യാമ്പ് ചെയ്യുന്നു, വോട്ടർ പട്ടികയിൽ കൂടുതൽ ആളുകളെ ചേർക്കുന്നു. അങ്ങനെ ഒരു കൃത്യമായ അച്ചടക്കത്തോടു കൂടി നടത്തിയ ഒരു പ്രവർത്തനം, BJPയുടെ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ഈ സുരേഷ് ഗോപി 10 ലക്ഷം വോട്ടുകൾ ഏതാണ്ട് പോൾ ചെയ്ത ഒരു മണ്ഡലമാണ്. അവിടെ 10 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തു എന്ന് പറയുമ്പോൾ 3.5 ലക്ഷം വോട്ട് എങ്കിലും പിടിക്കുന്ന സ്ഥാനാർത്ഥി സ്വാഭാവികമായും ജയിക്കും അവിടെ. നമുക്കറിയാം സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പിടിച്ച വോട്ടുകളുടെ എണ്ണം വളരെ കൃത്യമാണ്, അത് നമുക്കറിയാം. ഒപ്പം അദ്ദേഹത്തിന് ഇത്തവണ ഉണ്ടാകുന്ന ഒരു എഡ്ജ്, അത് ഈ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞു. ഒപ്പം സമുദായ വോട്ടുകളിലടക്കം ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് BJP ക്യാമ്പുകൾ ഉള്ളത്. അതുകൂടി ചേർക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ വോട്ടിനൊപ്പം അദ്ദേഹം പ്രതീക്ഷിക്കുന്ന മറ്റു പല മേഖലകളിലെ വോട്ടുകൾ കൂടി വരുമ്പോൾ ഉള്ള വിജയപ്രതീക്ഷയാണ് പല BJP കേന്ദ്രങ്ങളും പങ്കുവെക്കുന്നത്. തീർച്ചയായും. കാരണം കഴിഞ്ഞ തവണ 2019 സുരേഷ് ഗോപി എന്നൊരു താരത്തെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇത്തവണ സുരേഷ് ഗോപി എന്ന ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവിനെയാണ് അവിടുത്തെ പ്രചാരണത്തിലുടനീളം കാണാൻ കഴിഞ്ഞത്. അതിൽ പ്രധാനമായും കഴിഞ്ഞ തവണ 2,90,000 വോട്ട്, അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവിടുത്തെ ഓരോ വ്യക്തികളുമായി ഉണ്ടാക്കിയ ബന്ധം, മാത്രമല്ല മതന്യൂനപക്ഷങ്ങളിലേക്ക് കയറാനുള്ള അവരുടെ പിന്തുണ നേടാൻ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളും ഉണ്ടായി. അവിടെ 40% വരുന്ന ന്യൂനപക്ഷ വോട്ട് ഏറെ നിർണായകമാണ്. കാരണം ഒരു ഹൈന്ദവ ഒരു സ്വഭാവം, സംസ്കാരം കൃത്യമായി വിളിച്ചോതുന്ന ഒരു മണ്ഡലമാണെങ്കിൽ പോലും ഏറെ നിർണായകമായിട്ടുള്ള തൃശ്ശൂർ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്രൈസ്തവ മതന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ട്, ഗുരുവായൂരിൽ മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട്. പക്ഷേ ഈ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് പല പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പല പള്ളികളിൽ സന്ദർശനം നടത്തുന്നു, ക്രൈസ്തവ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നു. അതോടൊപ്പം ഏറ്റവും അവസാനമായി തൃശ്ശൂരിലെ കത്തീഡ്രൽ പള്ളിയിലെ മാതാവിന് കിരീടം വെച്ചതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതൊക്കെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള അവസാന ദിവസം, അതായത് പോളിംഗ് ദിവസം, തൃശ്ശൂർ ആർച്ച് ബിഷപ്പ്, അതായത് CBCയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ ഒരു പ്രതികരണം, അത് BJPയെ സംബന്ധിച്ച് വലിയൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അതായത് മണിപ്പൂർ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്, മണിപ്പൂർ കേരളത്തിലും പ്രതിഫലിക്കും എന്ന് പറഞ്ഞതോടുകൂടി BJP ഒരു പരിധിവരെ അങ്കലാപ്പിലായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് സുരേഷ് ഗോപിയും മണത്തറിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കണം. അവസാനത്തെ ഒരാഴ്ച അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ പരസ്യ പ്രചാരണം കഴിഞ്ഞ് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം അരുവിത്തറ പള്ളിയിൽ പോകുന്നു, പാലാ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഈ തൃശ്ശൂരിലെ പൂർണ്ണമായിട്ടുള്ള, അതായത് ഏകദേശം ഒരു 50,000-ലധികം ക്രൈസ്തവ മതന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ ആ 3.5 ലക്ഷത്തോളം വോട്ടിലേക്ക് എത്താൻ സുരേഷ് ഗോപിക്ക് കഴിയൂ എന്നത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും, പല വിവാദങ്ങളും എടുത്തു നോക്കിയാൽ തൃശ്ശൂർ പൂര വിവാദം, ഇത് BJPക്ക് അനുകൂലമാകുമെന്ന് കണക്കാക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ കൂടി കിട്ടിയാൽ മാത്രമേ, 50,000 മുതൽ 1 ലക്ഷം വരെയും ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയാൽ മാത്രമേ BJPക്ക് ഒരു വിജയ സാധ്യതയുള്ളൂ. അതാണ് പ്രത്യേകത. നമുക്ക് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളുടെയും മികവ് ഒട്ടും കുറച്ച് കാണാൻ കഴിയില്ല. കാരണം സുനിൽകുമാർ തൃശ്ശൂരിൽ തന്നെ ജീവിച്ച്
അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. മന്ത്രിയായിട്ട് പോലും അവിടുത്തെ ഏറ്റവും സാധാരണക്കാരനായി ജീവിക്കുന്ന ആളാണ്. മുരളീധരൻ മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. കേരളത്തിലെ ഏത് മണ്ഡലത്തിലും UDF-ന് കോൺഗ്രസിന് വിശ്വാസ്യതയോടെ അവതരിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി. അവർ തമ്മിലാണ് മത്സരം എന്നതാണ് ഏറ്റവും പ്രധാനം. ശ്രീ ജോർജ് പൊടിപ്പാറ, തൃശ്ശൂരിൻ്റെ സ്പന്ദനം വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് താങ്കൾ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം തൃശ്ശൂർ ഒരുപാട് ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടിംഗ് കഴിഞ്ഞു. താങ്കൾക്ക് ചില നിഗമനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകാം. അതൊന്ന് പങ്കുവെക്കാം പ്രേക്ഷകരുമായി. ആദ്യം നിങ്ങൾ രണ്ടുപേരും തുടക്കത്തിൽ സംസാരിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം പറയാവുന്ന മറുപടി തൃശ്ശൂർ എന്നാണ്. അതായത് ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികൾ, ഏറ്റവും ജനകീയരായ സ്ഥാനാർത്ഥികൾ, ഓരോ രീതിയിൽ കേരളത്തിലെ എണ്ണപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പൊ ഈ 3 സ്ഥാനാർത്ഥികൾ തമ്മിൽ അക്ഷരാർത്ഥത്തിൽ കൊമ്പ് കോർക്കുമ്പോൾ ഒരു സ്പാനിഷ് കാളപ്പോര് പോലെയാണ്. 3 എന്താ പറയാ കാളകള് ഒരേപോലെ ശക്തരായിട്ടുള്ള 3 പേര് ഒരു കാളപ്പോരിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള പോരാട്ടം നടത്തുമ്പോൾ ആര് ജയിക്കുമെന്ന് പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിഗമനത്തിൽ എത്തുക വളരെ പ്രയാസമാണ്. എങ്കിലും ടോം ചൂണ്ടിക്കാണിച്ചതുപോലെ ചില ഘടകങ്ങൾ, അതുപോലെ തന്നെ താങ്കൾ ആമുഖത്തിൽ പറഞ്ഞതുപോലത്തെ ചില കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോ എഴുതി കാണിച്ച ആ കുറിപ്പുകളിൽ വന്നതുപോലെ തന്നെ ഈ മണ്ഡലം ഇതുവരെയുള്ള ചരിത്രത്തിൽ ആരുടെയും കുത്തകയല്ല. 10 തവണ LDF ജയിച്ചു, 52 മുതലുള്ള ചരിത്രത്തിൽ 7 തവണ UDF ജയിച്ചു. അപ്പോ ഈ 2 മുന്നണികൾക്കും ഈ മണ്ഡലത്തിൽ ശക്തമായ വേരോട്ടമുണ്ട്. അതാത് രാഷ്ട്രീയ കാലാവസ്ഥ ജനിച്ച് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറി മാറി മുന്നണികളെ വരിക്കുന്ന ഒരു മനസ്സ്. ആർക്കും പൂർണ്ണമായിട്ട് എക്കാലത്തേക്കും മനസ്സ് കൊടുക്കാതെ മുന്നണികളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉൾക്കൊണ്ട് ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രബുദ്ധരായ വോട്ടർമാരുള്ള, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വോട്ടർമാരുടെ ഒരു നാടാണ് തൃശ്ശൂർ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇക്കുറി അവരുടെ മുമ്പിൽ വലിയ കൺഫ്യൂഷൻ. ആരെ വരിക്കണം, ആരെ തള്ളണം, ആരെ കൊള്ളണം. 3 പേരും കരുത്തരാണ്. അപ്പൊ അതൊരു വല്ലാത്ത കൺഫ്യൂഷനിൽ വോട്ടർമാർ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ആര് ജയിക്കും എന്ന് ചോദിച്ചാൽ 3 കൂട്ടരും ഒരുപോലെ വിജയം അവകാശപ്പെടുന്നു എന്നതാണ്. 2019 വളരെ വൈകി കടന്നു വന്ന് വലിയൊരു തരംഗം സൃഷ്ടിച്ച് 2,90,000-ലധികം ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ട് നേടിയ സുരേഷ് ഗോപി തന്നെയാണ് തൃശ്ശൂരിലെ ഗ്ലാമർ താരം. മറ്റ് 2 പേരും അത് അങ്ങനെ അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു മാസ് എൻട്രി ആയിരുന്നു. അതില് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത, നേരത്തെ ടോം ചൂണ്ടിക്കാണിച്ചതുപോലെ തൃശ്ശൂരിൽ അതുവരെ BJPക്ക് കിട്ടിയിരുന്ന വോട്ടിന്റെ ഇരട്ടിയിലധികം വോട്ട് പിടിച്ച് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായി തൃശ്ശൂരിനെ മാറ്റിയെടുത്തതിന്റെ ക്രെഡിറ്റ് അക്ഷരാർത്ഥത്തിൽ അത് സുരേഷ് ഗോപിക്ക് അവകാശപ്പെട്ടതാണ്. ഇക്കുറി കഴിഞ്ഞ തവണ ഇല്ലാത്ത ചില അഡ്വാൻറ്റേജ്, ഞാൻ അതിന്റെ പ്ലസും മൈനസും പറയാം. അതായത് കഴിഞ്ഞ തവണ വൈകി വന്നു, മാത്രമല്ല ഒരു പ്രതീക്ഷ വലുതായിട്ട് ഇല്ലാത്തൊരു മണ്ഡലമായിരുന്നതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കങ്ങളൊന്നും നടന്നിരുന്നില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കുറെ മുന്നൊരുക്കങ്ങൾ കൂടി ആവശ്യമുള്ള ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിലുള്ള ഒരു ജാഗ്രത, അതുപോലെ തന്നെ പരമാവധി വോട്ടർമാരെ മണ്ഡലത്തിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിലുള്ള ജാഗ്രത, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ കാര്യം വളരെ നന്നായിട്ട് BJP ഇക്കുറി ചെയ്തു എന്നാണ്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാരെ തൃശ്ശൂരിലെ ഫ്ളാറ്റ് അഡ്രസ്സിൽ പേര് ചേർത്ത് അവർ വോട്ട് ചെയ്യുന്നതിനെ ചൊല്ലി വലിയ തർക്കമൊക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം വളരെ കൃത്യമാണ്. BJP അവർ നടത്തിയ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ധാരാളം പുതിയ വോട്ടർമാരെ ചേർത്ത്, അവരാവശ്യപ്പെടുന്നത് അവർ 50,000 60,000 പുതിയ വോട്ടർമാരെ ചേർത്തു എന്നൊക്കെയാണ്. അത് എത്രത്തോളം വിശ്വസിക്കാം, ചേർത്ത വോട്ടർമാരുടെ വോട്ട് മുഴുവൻ BJPക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഏതായാലും അങ്ങനെ ഒരു വലിയ മുന്നൊരുക്കം അവർ നടത്തിയിരുന്നു. മാത്രമല്ല പ്രചരണത്തിന്റെ കാര്യത്തിൽ BJP ഒരു തൃശ്ശൂരിന്റെ ഒരു ഭാഷ കടമെടുത്താൽ ഒരു പണത്തൂക്കം മുന്നിലായിരുന്നോ എന്ന കാര്യത്തിലേ നമുക്ക് സംശയമുള്ളൂ. അപ്പൊ അത്രത്തോളം പ്രചണ്ഡമായ പ്രചരണം, അത്രത്തോളം മികച്ച മുന്നൊരുക്കം. 6 വർഷമായിട്ട് തൃശ്ശൂർ പിടിച്ചെടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെ താമസിച്ച്, എന്തിനു പറയുന്ന അദ്ദേഹത്തിന്റെ വോട്ട് പോലും തൃശ്ശൂരിലേക്ക് മാറ്റിക്കൊണ്ട്, കുടുംബത്തിന്റെയും വോട്ട് തൃശ്ശൂരിലേക്ക് മാറ്റിക്കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട്, പിന്നെ പ്രധാനമന്ത്രിയുടെ 2-3 സന്ദർശനങ്ങൾ, ഇതെല്ലാം BJPയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. അല്ലെങ്കിൽ BJP വിചാരിക്കുന്നത് ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇല്ല എന്നാണ്. കാരണം അവർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പക്ഷെ എങ്കിലും നേരത്തെ ടോം കുര്യാക്കോസ് ചൂണ്ടിക്കാണിച്ച, അതുപോലെ താങ്കൾ ചൂണ്ടിക്കാണിച്ച ചില കണക്കുകൾ വെച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ഒന്ന് വിശദമാക്കാൻ ആഗ്രഹിക്കാം. അതായത് തൃശ്ശൂർ ഇപ്പൊ 10 ലക്ഷം വോട്ടാണ് ചെയ്തത് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഈ 10 ലക്ഷം വോട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മളൊന്ന് ചെറുതാക്കിക്കൊണ്ട് 100 എന്ന് പരിഗണിച്ചാൽ
താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ 10 ലക്ഷം വോട്ടിൽ 3.5 ലക്ഷം വോട്ട് ആർക്കാണോ കിട്ടുന്നത് ആ ആൾക്കാണ് ജയസാധ്യത. അപ്പൊ 100ലേക്ക് ആക്കിയാൽ 100ൽ 35 വോട്ട് പിടിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ 35% വോട്ട് നേടുന്ന ആൾക്കാണ് വിജയസാധ്യത. ഇവിടെ നമ്മൾ കണക്ക് പറഞ്ഞു 40% ന്യൂനപക്ഷ വോട്ടുകൾ തൃശ്ശൂരിലുണ്ട്, ബാക്കിയാണ് ഭൂരിപക്ഷ വോട്ടുകൾ. ഈ 40% ന്യൂനപക്ഷ വോട്ടില് ഏതാണ്ട് ഒരു 15-16% മുസ്ലിം വോട്ടുകളാണ്. ഈ 16% വരുന്ന മുസ്ലിം വോട്ടുകളിൽ സുരേഷ് ഗോപിക്ക് കാര്യമായ വിഹിതം ഉണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ സുനിൽ കുമാറിനും അതുപോലെ തന്നെ മുരളീധരനും ഈ 100 വോട്ടിൽ നിന്നാണ് 35 വോട്ട്, അഥവാ മുഴുവൻ വോട്ടിൽ നിന്ന് 35% വോട്ട് പിടിക്കേണ്ട സ്ഥാനത്ത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം 85-86 വോട്ടിൽ നിന്ന് വേണം 35% വോട്ട് പിടിക്കാൻ. അദ്ദേഹത്തിന് ഈ പറഞ്ഞ അവശേഷിക്കുന്ന ഈ 84%-ന്റെ 45% വോട്ട് പിടിക്കണം. എന്നാലോചിച്ച് നോക്കണം, 45% വോട്ട് കിട്ടിയാലേ ഈ മാജിക്കൽ നമ്പറിലേക്ക് എത്തുള്ളൂ, 35 വോട്ടിലേക്ക് അല്ലെങ്കിൽ 35% വോട്ടിലേക്ക്. അങ്ങനെ വരുമ്പോ ആലോചിക്കേണ്ട ഒരു വിഷയം 40-ഉം 50-ഉം തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുള്ളൂ. 46% വോട്ട്. എന്റെ ഒരു കണക്ക് 28.7 അങ്ങനെ 28.7 ആണ്, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി അവിടെ പിടിച്ച ഒരു വോട്ട്, അതിൽ നിന്നൊരു 6 അല്ലെങ്കിൽ 7% വോട്ടുകൾ കൂടുതൽ അല്ലെ? താങ്കൾ പറഞ്ഞ കണക്ക് വളരെ കൃത്യമാണ്. അത് നമ്മൾ അതിന്റെ ഒരു ഉള്ളറകളിലേക്ക് പോയാലുള്ളൊരു കണക്കാണ്. ആ 16% എന്ന ഒരു കാര്യം മാറ്റി നിർത്തി അതിൽ നിന്ന് വേണം ആ 84 നിന്ന് വേണം സുരേഷ് ഗോപി ഈ മാജിക് നമ്പറിലേക്ക് എത്താൻ. ഈ 28.7 നിന്ന് ഒരു 4-5-6% വോട്ടുകൾ കൂടുതൽ കിട്ടിയാൽ ജയസാധ്യത ഉണ്ടായേക്കാം. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനം അവിടെ നടന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ ഒന്നുകൂടി വിശദമാക്കാം. ഈ 84 വോട്ടിൽ നിന്ന് 45% വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹിന്ദു വോട്ടർമാരിൽ നിന്ന് 50%-ലധികം വോട്ട് കിട്ടണം. ക്രിസ്ത്യൻ വോട്ടർമാരിൽ നിന്നും ഏതാണ്ട് അതിനടുത്ത് വോട്ട് കിട്ടിയാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് വിജയ സാധ്യതയുള്ളൂ. തീർച്ചയായും അത് 50%-ലധികം വോട്ട് ഹിന്ദു വോട്ടിൽ നിന്റെ 50%-ലധികം വോട്ട് കിട്ടുക, ക്രിസ്ത്യൻ വോട്ടർമാരിൽ നിന്ന് മിനിമം ഒരു 30-35% വോട്ട് കിട്ടുക. ഈ രണ്ട് സംഗതികൾ നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് വിജയ സാധ്യതയുള്ളൂ. അത് സാധ്യമാണോ? അങ്ങനെ സാധ്യമായാൽ ആരുടെ വോട്ടായിരിക്കും കൂടുതൽ ചോരുക? അത് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ വോട്ടാണോ അതോ UDF-ന്റെ വോട്ടുകളാണോ? UDF-ന് ഹിന്ദു വോട്ട് ബാങ്കിൽ കാര്യമായ ഈ രണ്ട് പാർട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യമായ സ്വാധീനമില്ല. ഈ രണ്ട് പാർട്ടികൾക്കാണ് ബൾക്കായിട്ടുള്ള ഹിന്ദു വോട്ട് കിട്ടുക. ക്രിസ്ത്യൻ വോട്ടിലാണ് UDF-ന് കുറച്ചുകൂടി കൂടുതൽ സ്വാധീനമുള്ളത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ തൃശൂർ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ജയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും. തീർച്ചയായും. സാർ തിരിച്ചു വരാം. സാർ ദയവായി തുടരുക. ടോം, അത് വളരെ കൃത്യമായ സാറിൻ്റെ, നമുക്കറിയാം അദ്ദേഹം വളരെ ആഴത്തിലുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ നടത്തിയത്. ഇതാണ് ഒരു കണക്ക് വളരെ വ്യക്തമായി തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നൊരു കണക്ക് തന്നെയാണത്. കാരണം എനിക്കൊന്ന് ആദ്യമായാണ് ഇങ്ങനൊരു വിശകലനം ഉണ്ടാകുന്നത്. അത് വളരെ കൃത്യമാണ്. ഏറ്റവും വലിയ പ്രതീക്ഷ പുലർത്തുന്ന BJP ക്യാമ്പുകളെ പോലും ഒരുപക്ഷെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ് ഇത്. നമുക്കറിയാം പത്മജ വേണുഗോപാലിൻ്റെ BJP-യിലേക്കുള്ള യാത്ര, അതിനുശേഷം TN പ്രതാപൻ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു MP-യെ മാറ്റി കേരളത്തിൽ മറ്റൊരു ആളെ മത്സരിപ്പിക്കുന്ന ഏക മണ്ഡലം കൂടിയാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് തൃശ്ശൂർ. അത്രത്തോളം പ്രാധാന്യം ആ മണ്ഡലത്തിന് അവർ കാണുന്നു. മുരളീധരനും ആ പ്രാധാന്യം കാണുന്നു. മുരളീധരൻ്റെ വരവ് മത്സരചിത്രം എങ്ങനെ മാറ്റിമറിച്ചു എന്നത് പ്രധാനമാണ്. അത് ഈ പറഞ്ഞതുപോലെയുള്ള വോട്ട് വല്ലാതെ ശേഖരിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരാൾ കൂടിയാണ് മുരളീധരൻ. ആ മുരളീധരൻ എൻ്റെ വരവ് സുരേഷ് ഗോപിയുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുമോ പ്രതാപൻ മാറിയ ശേഷം? യഥാർത്ഥത്തിൽ രഞ്ജിത്ത്, സുരേഷ് ഗോപി ഒരു പക്ഷേ വിജയിക്കില്ല എങ്കിൽ, അതായത് ഒരു പക്ഷേ അവരുടെ കണക്കൂട്ടൽ തെറ്റിച്ച് പരാജയപ്പെട്ടാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പത്മജ വേണുഗോപാലിനെ BJP പാളയത്തിലെത്തിച്ചത് തന്നെയായിരിക്കും. കാരണം കോൺഗ്രസ് അതുവരെയും TN പ്രതാപൻ എന്ന സ്ഥാനാർത്ഥിയെ സിറ്റിംഗ് MP-യെ തന്നെ മത്സരിപ്പിക്കാനായിരുന്നു പദ്ധതി. പക്ഷേ ഈ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് അല്പം ഭയന്നു. അതായത് ഈ പഴയ കരുണാകരൻ ഗ്രൂപ്പിൽപ്പെട്ടവർ, I ഗ്രൂപ്പുകാർ, അത് പത്മജയ്ക്കൊപ്പം പോകുമോ, അല്ലെങ്കിൽ അവരുടെ വോട്ട് കോൺഗ്രസ് നഷ്ടപ്പെടുമോ എന്ന് ഭയം കൊണ്ട് തന്നെയാണ് അതായത് അത്ര കണ്ട് പ്രചാരണത്തിനില്ല. മാത്രമല്ല നമുക്കറിയാം അവസാന സമയം ചില നീക്കങ്ങൾ, ചില ഏതാനും കുറച്ച് കോൺഗ്രസ്സുകാരെ സ്വാധീനിക്കാൻ പത്മജയുടെ വരവ് കൊണ്ട് സാധിച്ചു എങ്കിൽ പോലും
പക്ഷെ മറുവശത്ത് ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തുറ്റ മുഖമായിട്ടുള്ള കെ മുരളീധരനെ നേരിടുക എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നു. കാരണം കെ മുരളീധരൻ്റെ ഒരു ഗുണകരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന് ഒരേ സമയം തന്നെ ഹൈന്ദവ വോട്ടുകളും മതന്യൂനപക്ഷ വോട്ടുകളും, അതായത് ക്രൈസ്തവ മുസ്ലിം വോട്ടുകളും ഒരേപോലെ സ്വാധീനിക്കാൻ കഴിയുന്നു, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു. മൂന്ന് വിഭാഗത്തിനും ഒരേപോലെ സ്വീകാരനായിട്ടുള്ള നേതാവ്. അതാണ് കെ മുരളീധരനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. സ്വാഭാവികമായി അത് മറുവശത്ത് VS സുനിൽകുമാർ വലിയ സാധ്യത ആദ്യമൊക്കെ കൽപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ മുരളീധരൻ വന്നതോടുകൂടി അത് വലിയ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായി എന്നൊരു പരിധിവരെയും നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മാത്രമല്ല അതോടൊപ്പം മറുവശത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കരുവന്നൂര് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അത് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതി കേസ്, അതും BJP അതൊക്കെ കൃത്യമായും ഇടതുപക്ഷത്തിന് എതിരാക്കി കൃത്യമായി ക്യാമ്പയിൻ നടത്തി ആ വോട്ട്, അതായത് ഈ ഇരിങ്ങാലക്കുട ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ വോട്ട് BJPയിലേക്ക് എത്തിക്കാൻ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പദയാത്രകളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വോട്ടുകളൊക്കെ സുരേഷ് ഗോപിക്ക് എത്തും എന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷെ സുരേഷ് ഗോപിയുടെ കെ മുരളീധരന്റെ വരവോടുകൂടി പല രീതിയിലുള്ള അട്ടിമറികൾ സംഭവിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഈ ചിത്രം നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ ഈ ക്രൈസ്തവ വോട്ടുകൾ ഒരു പരിധിവരെയും സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരുന്ന ഒരു ട്രെൻഡ് തുടക്കത്തിലുണ്ടായിരുന്നുവെങ്കിൽ അവസാന സമയത്തേക്ക് വന്നപ്പോൾ, അതായത് നമ്മൾ കണ്ടതാണ് കേരളത്തിലെ പല പള്ളികളിലും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു. മറുവശത്ത് ഇടതുപക്ഷവും കോൺഗ്രസും മണിപ്പൂർ BJPക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആയുധമാക്കിയെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ അത് ക്രൈസ്തവ വോട്ടർമാരെ അത് കാര്യമായി കണ്ട് അവരിലേക്ക് അത് സ്വാധീനിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ അവസാന സമയത്ത് കേരളത്തിലെ പല മതമേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ മതപുരോഹിതന്മാരുടെയും ഭാഗത്തുനിന്ന് ഒരു മണിപ്പൂർ ഒരു മുറിവാണ് എന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും കണ്ടപ്പോൾ BJPയുടെ എല്ലാ കണക്കുകൂട്ടലുകളും പൊളിഞ്ഞു എന്ന് തിരിച്ചു വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, മുരളീധരന്റെ വരവാണ് നമ്മൾ ചർച്ച ചെയ്തത്. കാരണം TN പ്രതാപൻ അവിടെ ജനകീയ MP ആണ്. അദ്ദേഹത്തിന് ഒരു സമുദായത്തിന്റെ വളരെ വ്യക്തമായ പിന്തുണയുള്ള ആളാണ്. ആ വോട്ടുകൾ TN പ്രതാപൻ പിടിച്ച ആ വോട്ടുകൾ മുരളീധരൻ ലഭിക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു ഉറപ്പുണ്ടെന്ന് കരുതാൻ പറ്റുമോ? ഈ മുരളീധരന്റെ വരവ് തൃശ്ശൂരിലെ മത്സരരംഗത്തുണ്ടാക്കിയ മാറ്റം അത് ഏത് തരത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ? രഞ്ജിത്ത്, വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. ടോം കുര്യാക്കോസ് നടത്തിയ വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമായിരുന്നു. സത്യത്തിൽ ഈ പത്മജ വേണുഗോപാല് BJPയിലേക്ക് പോയതാണ് ആത്യന്തികമായിട്ട് ഈ ഒരു എന്താ പറയാ ഒരു സ്ട്രാറ്റജിക് മൂവ് നടത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. അതല്ലായിരുന്നെങ്കിൽ മുരളീധരൻ വടകരയിൽ മത്സരിക്കും, TN പ്രതാപൻ തൃശ്ശൂരിൽ മത്സരിക്കും. TN പ്രതാപന്റെ കാര്യത്തിലുണ്ടായിരുന്ന യഥാർത്ഥ പ്രശ്നം പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെ വലിയൊരു പടനീക്കമുണ്ടായിരുന്നു. താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർക്ക് TN പ്രതാപന്റെ MP എന്ന നിലയിലുള്ള പ്രകടനത്തിൽ വലിയ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വേണ്ടത്ര അവർ പ്രതീക്ഷിച്ച നിലവാരത്തിൽ ഉയർന്നില്ല. അദ്ദേഹം മണ്ഡലത്തിലെ വോട്ടർമാരുടെ വികാരങ്ങളെ വേണ്ടത്ര പരിഗണിച്ചില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ അവരുദ്ദേശിച്ചൊരു നിലവാരമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഗുഡ് ഒരു ബെറ്റർ പെർഫോമൻസ്, കുറെ കൂടി നല്ല ഒരു പെർഫോമൻസ് അവർ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി അണികൾക്കിടയിലായിരുന്നു സത്യത്തിൽ TN പ്രതാപനെതിരെയുള്ള വികാരം. മറ്റു രീതിയിൽ ഇപ്പൊ സമുദായപരമായിട്ട് ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുമായിട്ടൊക്കെ പ്രതാപന് നല്ല ബന്ധമായിരുന്നു. തൃശ്ശൂർ അതിരൂപതയൊക്കെ ആയിട്ട് അദ്ദേഹം വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു. മുസ്ലിം മേഖലയിലൊക്കെ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടായിരുന്നു. ധീവര വോട്ടുകൾ, അങ്ങനെ ഒരുപാട് നല്ല ഘടകങ്ങൾ അല്ലെങ്കിൽ അനുകൂല ഘടകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇപ്പൊ കെ മുരളീധരൻ തൃശ്ശൂരിൽ ലാൻഡ് ചെയ്തതോടെ പാർട്ടി അണികളുടെ വലിയ ആത്മവിശ്വാസം വലിയൊരളവിൽ വർദ്ധിച്ചു. അവരൊരുപക്ഷെ പ്രതാപന് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നതിന്റെ എത്രയോ കൂടുതൽ ആവേശത്തോടെ, ഊർജ്ജസ്വലതയോടെ, ചിട്ടയോടെ പ്രവർത്തിച്ചു എന്നിടത്താണ് മുരളിയുടെ ആ ഒരു എന്താ പറയാ രംഗപ്രവേശത്തിന്റെ ഗുണം. അതായത് പാർട്ടി ഒറ്റക്കെട്ടായി മുരളീധരന് പിന്നിൽ അണിനിരുന്നു. മുരളീധരൻ വന്നതോടുകൂടി അതുവരെ ജയിച്ചേക്കാം KKPP എന്നുള്ളൊരു മനോഭാവമായിരുന്നു. കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു മനോഭാവത്തിലായിരുന്നു പാർട്ടിയെങ്കിൽ മുരളീധരന്റെ വരവോടെ ഇത് പിടിച്ചെടുക്കാം, തൃശ്ശൂര് നമുക്ക് ജയിക്കാം എന്നൊരു ഫീലിംഗ് ഉണ്ടായി. ആ ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയത്. മാത്രമല്ല മുരളി എന്ന് പറയുന്ന ആള് വളരെ സീസൺഡ് ആയ ഒരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന് ആരെയൊക്കെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം.
മുസ്ലിം ന്യൂനപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം മുരളി വളരെ സ്വീകാര്യനാണ്. അത് വടകരയിൽ വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മേഖലയ്ക്കും, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായ ക്രിസ്തീയ സമൂഹമായിട്ടുള്ള സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം മുരളിക്ക് വളരെ ഊഷ്മളമായ ബന്ധമാണുള്ളത്. അത് കരുണാകരന്റെ കാലം മുതൽ സീറോ മലബാർ സഭയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിന്റെ ഒരു തുടർച്ച, ഒരു നൈരന്തര്യം മുരളിയിലൂടെ സാധ്യമാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫലത്തിൽ മുരളിക്ക് ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ഒരു നല്ല ബന്ധം അദ്ദേഹത്തിന് വലിയൊരു അസറ്റായി മാറുന്നുണ്ട്. മാത്രമല്ല, ഭൂരിപക്ഷ മേഖലകളിലും ഒരുപക്ഷെ TN പ്രതാപനേക്കാൾ ഭൂരിപക്ഷ സവർണ ഹിന്ദു മേഖലയിലൊക്കെ കുറെ കൂടി, ഞാൻ ഏത് സമുദായം എന്നൊന്നും പറയുന്നില്ല, തൃശ്ശൂർ അടക്കമുള്ള പല മണ്ഡലങ്ങളിലും പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരുപക്ഷെ കോൺഗ്രസിനോ അല്ലെങ്കിൽ UDFന് കിട്ടാതെ പോയ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കിട്ടാതെ പോയ കുറെ വോട്ടുകളെങ്കിലും സമാഹരിക്കാൻ മുരളിക്ക് കഴിയും. അത് തേറമ്പൽ രാമകൃഷ്ണനെ പോലെയുള്ള ആളുകൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വളരെ സജീവമായിട്ട് സക്രിയമായി രംഗത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഒരുപക്ഷെ തൃശ്ശൂർ മണ്ഡലത്തിനെങ്കിലും മുരളിക്ക് അനുകൂലമായ ഒരു ചെറിയ മാറ്റം ഈ പറഞ്ഞ സവർണ വോട്ടുകളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഈ പറഞ്ഞ തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള ഗുരുവായൂരും അതുപോലെ തന്നെ മണലൂരും പുതുക്കാടും ഒക്കെ അടങ്ങുന്ന, ഒല്ലൂരും ഒക്കെ അടങ്ങുന്ന മേഖലകളിൽ മുരളിയുടെ സ്ഥാനാർത്ഥിത്വം UDFനെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, സുനിൽകുമാർ ഒരു ജയന്റ് കില്ലറാണ്. അദ്ദേഹത്തോളം ജനകീയത ഈ പറഞ്ഞ 2 സ്ഥാനാർത്ഥികൾക്കും ഇല്ല എന്ന് നമ്മൾ അംഗീകരിക്കണം. മുരളിയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും കുറച്ചുകൂടി ഉയർന്ന പ്രതലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ സുനിൽകുമാർ എന്ന് പറയുന്ന ആൾ അക്ഷരാർത്ഥത്തിൽ ഡൗൺ ടു എർത്ത്, ഏറ്റവും ജനകീയനായ, ഏറ്റവും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി സ്വയം രൂപാന്തരപ്പെടാനും സ്വയം അവരോടൊപ്പം അലിഞ്ഞു ചേരാനുമുള്ള ഈ സുനിൽകുമാറിന്റെ ഒരു കഴിവ്, ഒരിക്കൽ പരിചയപ്പെട്ടാൽ, ഒരിക്കൽ അടുപ്പം ഉണ്ടായാൽ ആ മനുഷ്യനെ മറക്കാൻ കഴിയാത്ത ഒരു സവിശേഷമായ വ്യക്തിത്വം സുനിൽകുമാറിനുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ 32% വരുന്ന LDFന്റെ സോളിഡ് വോട്ട് ബാങ്കും ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആ വോട്ട് ബാങ്കിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ അവര് പ്രതീക്ഷിക്കുന്ന അളവിൽ കിട്ടിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഞാനൊക്കെ ഉൾപ്പെടുന്ന ഈ ഒല്ലൂരിന്റെ പല മേഖലകളിലും SNDP വോട്ടുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ LDFനൊപ്പം നിന്ന, എത്രയോ കാലമായി LDFന് തനിയെ മാത്രം വോട്ട് ചെയ്തിരുന്ന അവരിൽ ഒരു വലിയ വിഭാഗം ഇത്തവണ ഒരു സ്വിംഗ് വന്നിട്ടുണ്ട്. ആ വോട്ടുകൾ നഷ്ടപ്പെട്ടാൽ സുനിൽകുമാറിന് എന്ത് സംഭവിക്കും? അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത് ആ തരത്തിലാണ്. കാരണം സമുദായ വോട്ടുകൾ ഏറെ പ്രാധാന്യമുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് ടോമിന് കുറച്ചുകൂടെ അറിയാമെന്ന് തോന്നുന്നു. കാരണം 3.5 ലക്ഷത്തോളം ന്യൂനപക്ഷ വോട്ടുകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരിൽ എത്ര വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിലൊക്കെ ഒരു വ്യക്തമായ കണക്ക് കൂടി വരേണ്ടതുണ്ട്. നമുക്ക്